ഹലോ ഗായ്സ്, ടുഡേ ഐ എം മേക്കിംഗ് മൈ ഹോം സ്പെഷ്യൽ. അപ്പോൾ ഇന്ന് നെസ്റ്റാഷ്യയിൽ നിന്ന് 2 വലിയ പാർസൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നേ. എനിക്ക് പൊതുവേ നെസ്റ്റാഷ്യയിലത്തെ എല്ലാ പ്രൊഡക്ട്സും നല്ല ഇഷ്ടമാണ്, സ്പെഷ്യലി അവരുടെ ക്രോക്കറീസ്. അപ്പോൾ ഞാൻ എന്തൊക്കെ പ്രൊഡക്ട്സാണ് വാങ്ങിയിട്ടുള്ള ആ പ്രൊഡക്ട്സ് എല്ലാം ഈ വീഡിയോയിൽ ഞാൻ അൺബോക്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള 1 പോട്ട് കൊറിയൻ ചിക്കൻ നൂഡിൽസും കൂടി ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് ആണ്, ടൈം സേവറും കൂടിയാണ്. സോ വീഡിയോ എല്ലാവരും മുഴുവൻ ആയിട്ട് തന്നെ വാച്ച് ചെയ്യണേ. ആദ്യം ഞാൻ അൺബോക്സ് ചെയ്യുന്നത് നല്ല ഫ്ലോറൽ ഡിസൈൻ ഉള്ള കോഫി മഗ്സ് ആണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലോറൽ ഡിസൈൻ ഉള്ള 2 ടൈപ്പ് കളർ വരുന്ന 4 കോഫി മഗ്സും വിത്ത് സ്റ്റാൻഡ് കൂടെ വരുന്നുണ്ട്. 100% ഫുഡ് ഗ്രേഡ് സെറാമിക് ആണ്. ഗ്ലോസി ഫിനിഷിലുള്ള സിൽക്ക് സ്ക്രീൻ പ്രിന്റഡ് ഡിസൈൻ ആണ് വരുന്നത്. കംഫർട്ടബിൾ ആയിട്ടുള്ള നോൺ സ്ലിപ്പ് ഗ്രിപ്പും കൂടെ ഉണ്ട്. ഇനി ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറാമിക് പോട്ടാണ്. ഇതിൽ നമുക്ക് ന്യൂഡിൽസ്, ബിരിയാണി അതുപോലുള്ള എല്ലാ ഐറ്റംസും ഉണ്ടാക്കാം. ഇത് നോൺ സ്റ്റിക്ക് കൂടിയാണ്. അപ്പൊ ഈ ഒരു പോട്ട് ഞാൻ അൺബോക്സ് ചെയ്തപ്പോഴേ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് എന്തെങ്കിലും ഒരു ഡിഷ് ഇതിൽ ഉണ്ടാക്കിയേ പറ്റൂന്നായിരുന്നു ഞാൻ അതിൽ ചിന്തിച്ചത്. അങ്ങനെ ഞാൻ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഓക്കെ നമുക്കൊരു 1 പോട്ട് കൊറിയൻ ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അതിന് വേണ്ട വെജിറ്റബിൾസ് ഇതൊക്കെയാണ്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. ആദ്യം ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഗാർലിക്, ചില്ലി ഫ്ലേക്സ്, പെപ്പർ പൗഡർ, പിന്നെ കുറച്ച് ഇതുപോലെ സോസും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നൂഡിൽസിൽ വരുന്ന ടേസ്റ്റ് മേക്കറില്ലേ, അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 2 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ബോയിൽ ചെയ്യാൻ വെക്കാം. അപ്പോൾ ബോയിൽ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മളുടെ കയ്യിലുള്ള എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്ത് കൊടുക്കണം. കൂടെ തന്നെ 2 സ്ലൈസ് നൂഡിൽസും കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കണം. അത്രയേ ഉള്ളൂ. നമ്മുടെ 1 പോട്ട് നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മേലെ ഫ്രൈഡ് ചിക്കനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ ചിക്കൻ വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യാം, ബട്ട് അത് സോഗി ആയിരിക്കും. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടാവും. ഈ പോട്ട് മൈക്രോവേവിലും യൂസ് ചെയ്യാം. അപ്പൊ നമ്മുടെ 1 പോട്ട് നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കിയുള്ള ക്രോക്കറീസും കൂടി ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാം. ഇനി ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സ്പൈസസ് ഒക്കെ ഇടാൻ പറ്റിയ ഒരു സെറ്റാണ്. ഇക്കോ ഫ്രണ്ട്ലി ബാംബു സെറ്റോട് കൂടിയാണ് വരുന്നത്. നല്ല ഏസ്തറ്റിക് ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പൈസ് ജാർ സെറ്റിന്റെ ഒരു സ്റ്റാൻഡാണിത്. അപ്പൊ ഞാനിത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കിയ ശേഷം ഇതിൽ സ്പൈസസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ മസാല പൗഡേഴ്സാണ് ഈ ബോട്ടിലിൽ സ്റ്റോർ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് വെക്കാം, സ്നാക്സ് ഇട്ട് വെക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം. ബട്ട് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും, നല്ല എസ്തെറ്റിക് ലുക്ക് തരുന്നുണ്ട് ഇത് നമ്മുടെ കിച്ചണിന്. ഇനി ഞാൻ ഇവിടെ ഓയിലാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഒന്നിൽ സൺഫ്ലവർ ഓയിലും മറ്റേതിൽ സെസമി ഓയിലാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ സ്പൈസ് ജാർ സ്റ്റാൻഡ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സ്റ്റോറേജ് കണ്ടെയ്നർ ആണ്. മെറ്റൽ കവേർഡ് ആയിട്ടുള്ള 4 കണ്ടെയ്നേഴ്സ് ആണ് ഞാൻ വാങ്ങിയത്. 1000 ml ആണ് വരുന്നത്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള സീലുള്ള കാരണം ബിസ്ക്കറ്റും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും. ഇത് നോൺ റിയാക്റ്റീവ് ഗ്ലാസ്സിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ടോക്സിൻ ഫ്രീ ആണ്. നമുക്ക് പിക്കിൾസും ഫെർമെന്റഡ് ഫുഡ് എല്ലാം സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ സീ ത്രൂ വിൻഡോ ഉള്ള കാരണം നമുക്ക് അതിനകത്തുള്ള പ്രൊഡക്ട്സ് എന്താണെന്ന് തുറന്നു നോക്കാതെ തന്നെ കാണാൻ പറ്റും. അപ്പൊ ഞാനിവിടെ പൾസസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മൾട്ടി പർപ്പസ് കൂടെയാണ്, നമുക്ക് കിച്ചണിലും ബാത്റൂമിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഈ പ്രൊഡക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സീ യു ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.